നമസ്കാരം. മാധ്യമജാലകത്തിന്റെ 397 എപ്പിസോഡിലേക്ക് സ്വാഗതം. കാലാവസ്ഥ മാറുകയാണ്. കാലം തെറ്റിവരുന്ന മഴയും വെയിലും പതിവ് കാഴ്ചയായിക്കൊണ്ടിരിക്കുന്നു. പ്രകൃതി നൽകുന്ന മുന്നറിയിപ്പുകൾ കൂടുതൽ ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനം കടന്നുപോയത്. കാലാവസ്ഥാ വ്യതിയാനത്തെ മുൻനിർത്തിയായിരുന്നു ഇത്തവണത്തെ പരിസ്ഥിതി സന്ദേശം. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ലോകത്തെ ഓർമ്മിപ്പിക്കുന്ന ദിനം. 1972 ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലാണ് ലോക പരിസ്ഥിതി ദിനം പ്രഖ്യാപിക്കപ്പെട്ടത്. 1973 മുതൽ എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിച്ചു വരുന്നു. ഇന്ന് 150-ലധികം രാജ്യങ്ങൾ ഈ ദിനത്തിൽ പങ്കുചേരുന്നുണ്ട്. ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് അസർബൈജാൻ ആണ്. ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയെ സംരക്ഷിക്കുകയും ഭാവി തലമുറകൾക്കായി സംരക്ഷിതമായ ലോകം ഒരുക്കുകയും ചെയ്യുക എന്നതാണ് ഈ സന്ദേശത്തിലൂടെ വ്യക്തമാക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ്. ഉയരുന്ന താപനിലയും മാറുന്ന കാലാവസ്ഥാ രീതികളും രാജ്യങ്ങളുടെ വികസനത്തെയും ജനങ്ങളുടെ ജീവിതത്തെയും ബാധിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത കൂടുതൽ ശക്തമായി ഉയരുന്നത്. അസാധാരണമായ മഴ, അതിശക്തമായ ചൂട്, ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം തുടങ്ങി പ്രകൃതി നമുക്ക് നൽകുന്ന മുന്നറിയിപ്പുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലും കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. അതിന് ഉദാഹരണമാണ് 2018 പ്രളയവും വയനാട് ചൂരൽമല ഉരുൾപൊട്ടലുമെല്ലാം. കാലാവസ്ഥ മാറ്റം ഭാവിയിലെ പ്രശ്നമല്ല, ഇപ്പോൾ നാം അനുഭവിക്കുന്ന യാഥാർത്ഥ്യമാണ്. മലിനീകരണം കുറയ്ക്കുകയും പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണവുമാണ് നമുക്ക് മുന്നിലുള്ള പ്രധാന പരിഹാര മാർഗങ്ങൾ. ഒരു തൈ നട്ടുപിടിപ്പിക്കുന്നതിൽ തുടങ്ങി പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്നതുവരെയുള്ള ചെറിയ പ്രവർത്തനങ്ങൾ പോലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത്. സ്കൂളുകൾ, കോളേജുകൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. ഓരോ വ്യക്തിയും സ്വീകരിക്കുന്ന ചെറിയ പ്രവർത്തനങ്ങൾ പോലും ഭൂമിയുടെ ഭാവിയെ സ്വാധീനിക്കുമെന്ന് ലോക പരിസ്ഥിതി ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കാരണം പ്രകൃതിയെ അവഗണിച്ചുള്ള വികസനത്തിന്റെ വില സമൂഹം വലിയ ദുരന്തങ്ങളിലൂടെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ ആ ആശയങ്ങൾക്ക് കൂടുതൽ പ്രസക്തിയുണ്ട്. ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ എന്ന ഈ സന്ദേശം പറയുന്നത് അതുതന്നെ. ഭൂമി മുന്നറിയിപ്പ് നൽകുകയാണ്. ആ മുന്നറിയിപ്പ് കേൾക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം നാം ഇന്ന് എടുക്കുന്ന തീരുമാനങ്ങളാണ് നാളത്തെ ഭൂമിയെ രൂപപ്പെടുത്തുന്നത്. വരും തലമുറകൾക്കായി സുരക്ഷിതമായ ഒരു ഭൂമി സമ്മാനിക്കാനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. എഴുത്തിൽ ഉദ്ധരണി അഥവാ കൊട്ടേഷൻ മാർക്ക് കൊണ്ട് എന്താണ് പ്രയോജനം? ആരെങ്കിലും പറഞ്ഞ ഒരു കാര്യം അതേപടി എഴുതുമ്പോൾ അത് മറ്റൊരാളുടേതാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി കൊട്ടേഷൻ ഉപയോഗിക്കാറുണ്ട്. അത്ര പരിചിതമല്ലാത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും സവിശേഷതയുള്ളൊരു വാക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെയും ഒരു സിംഗിൾ കൊട്ടേഷനിൽ ഉപയോഗിക്കാറുണ്ട്. ആളുകളുടെ സംഭാഷണത്തെയാണ് പലപ്പോഴും രണ്ട് കൊട്ടേഷൻ, അതായത് ഡബിൾ കോട്ടിൽ നമ്മൾ എഴുതി വയ്ക്കുക. ഉദ്ധരണി എന്ന വാക്ക് ഉദ്ധരണം എന്ന വാക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതിനാകട്ടെ വലിച്ചൂരിയെടുക്കൽ തുടങ്ങി ഉന്മൂലനം എന്നുവരെ അർത്ഥമുണ്ട്. ഉദ്ധാരണം എന്നാൽ കടം വീട്ടിലെന്നും പറയാറുണ്ട്. കൊട്ടേഷന് നമ്മൾ ഉദ്ധരണി എന്ന് പറയാറുണ്ട്. സത്യത്തിൽ അത് കോരിയെടുക്കുന്ന ഒരു സാധനം എന്നാണ് അതിൻ്റെ നിഘണ്ടുവിലുള്ള അർത്ഥം. നമ്മൾ പറയുന്ന സ്പൂണൊക്കെ ഉദ്ധരണിയാണ്. ഇവിടെ അതേക്കുറിച്ച് പറയുന്നതിന് ഒരു കാരണമുണ്ട്. പലപ്പോഴും പത്രത്തിൽ ഉദ്ധരണി ചേർത്ത വാക്കുകൾ കാണാറുണ്ട്. സിംഗിൾ കൊട്ടേഷനാണ് പലപ്പോഴും അവിടെ കാണുന്നത്. പലപ്പോഴും നമുക്ക് വായനക്കാർക്ക് അപരിചിതമായ ഏതെങ്കിലും വാക്കായിരിക്കും ഇതുപോലെ ഉദ്ധരണിക്കുള്ളിൽ കാണപ്പെടുന്നത്. ഒരു വാക്കിന് പുതിയ അർത്ഥം കൈവരുമ്പോൾ അത് സൂചിപ്പിക്കാനായിട്ടും ഉദ്ധരണി ഉപയോഗിക്കാറുണ്ട്. കാരണം എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് വായനക്കാർക്ക് മനസ്സിലാകണമല്ലോ. ഇത് പറയാൻ കാരണം കഴിഞ്ഞ കുറേ ദിവസമായി പത്രങ്ങളിൽ കാണുന്ന ഒരു വാക്കുണ്ട്, രക്ഷാപ്രവർത്തനം.
പത്രത്തിൽ രക്ഷാപ്രവർത്തനമെന്ന് കാണുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ആളുകളെ രക്ഷിക്കലാണോ അതോ വഴിയിലിട്ട് ശിക്ഷിക്കലാണോ എന്നതിനെക്കുറിച്ചൊരു സംശയം തോന്നിയേക്കാം. അത് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് രണ്ടാമത് പറഞ്ഞ തരത്തിലുള്ള അർത്ഥമാകുമ്പോൾ ഒരു കൊട്ടേഷനിലിട്ട് ആ വാക്ക് എഴുതുന്നത്. രക്ഷാപ്രവർത്തനം എന്ന വാക്കിന് ഇന്നുള്ളത് 2 തരം അർത്ഥമാണെന്ന് പറഞ്ഞല്ലോ. രണ്ടും ഏതാണ്ട് വിപരീത രീതിയിലുള്ള അർത്ഥമാണ്. അതുകൊണ്ട് ഇതുപോലെ സിംഗിൾ കൊട്ടേഷനിൽ ഇടാതെ തരമില്ല എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ED പിണറായിലെത്തി എന്ന ഒരു വാർത്ത മാതൃഭൂമിയിൽ കണ്ടപ്പോൾ അതിനോടൊപ്പം രക്ഷാപ്രവർത്തനം എന്ന് കണ്ടു. അവിടെ ഉദ്ധരണി ഒന്നുമില്ല. എന്ന് വെച്ചാൽ രക്ഷാപ്രവർത്തനം എന്ന് വെച്ചാൽ അർത്ഥം ഈ രീതിയിൽ മാറിയെന്ന് പത്രം പറയും പോലെ തോന്നുന്നു. എത്രത്തോളം ശരിയായ കാര്യമാണെന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ അടിപൊളി എന്നൊരു വാക്ക് കണ്ടിരുന്നു. ഈ വാക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ മലയാളത്തിൽ കടന്നു വന്ന ഒരെണ്ണമാണ്. ആദ്യമൊക്കെ ഉദ്ധരണിയുടെ അകമ്പടിയോടുകൂടിയൊക്കെ വരുമായിരുന്നു. ഇപ്പോൾ അതൊന്നും കാണാനില്ല. സാധാരണ വാക്കായി മാറിക്കഴിഞ്ഞു എന്നുള്ള ഒരു ഉറപ്പുള്ളതുകൊണ്ട് അതിന് ഉദ്ധരണിയുടെ ആവശ്യമേ വരുന്നില്ല. പക്ഷേ രക്ഷാപ്രവർത്തനം അങ്ങനെയാണോ എന്ന കാര്യം നമ്മളൊന്ന് ആലോചിക്കണം. പറഞ്ഞു വരുമ്പോൾ നിഘണ്ടു നോക്കുമ്പോൾ ഉദ്ധാരണം എന്ന വാക്കിന് മോക്ഷമെന്നും മോചനമെന്നും ഒക്കെ അർത്ഥമുണ്ട്. അതുകൊണ്ട് രക്ഷാപ്രവർത്തനം എന്നിങ്ങനെ എഴുതുമ്പോൾ അതിനെ ഉദ്ധരണിയിൽ നിന്ന് മോചിപ്പിച്ചതായിരിക്കും എന്ന് നമ്മൾ കരുതേണ്ടി വരും. വാക്കിലൂടെ മാത്രമല്ല ശരീരഭാഷയിലൂടെയും സംവദിക്കുന്നവരാണ് നമ്മളൊരു കാര്യം പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ശരീരം 4 കാര്യം പറഞ്ഞിരിക്കും. ഒരുപക്ഷെ നമ്മുടെ നോട്ടം, നമ്മുടെ ചിരി, നമ്മുടെ നിൽപ്പ്, ഇരിപ്പ്, ഇതൊക്കെ ആംഗ്യങ്ങൾ, ഇതെല്ലാം തന്നെ നമ്മുടെ ശരീരഭാഷയുടെ ഭാഗമായി വരുന്നതാണ്. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൻ്റെ വിപരീതാർത്ഥം ചിലപ്പോൾ സൂചിപ്പിച്ചെന്നിരിക്കും ഈ ശരീരഭാഷ. മാധ്യമങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി ആളുകൾ പറയുന്ന കാര്യത്തേക്കാൾ ഉപരി അവരുടെ ശരീരഭാഷ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ഒരു ചോദ്യത്തിന് മറുപടിയായി കേരള മുഖ്യമന്ത്രി ഒരു കാര്യം പറയുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ മുഖഭാവം ഈയിടെ വാർത്തയായത്. അത് ഒരു വീഡിയോയിൽ നിന്ന് കണ്ടെടുത്ത ഒരു നിമിഷമാണ്. ആ ചിത്രം, ആ മുഖഭാവം സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി. അത് ഒരു പത്രത്തിലും വന്നിട്ട് പത്രം പറയുന്നത് ഈ മുഖഭാവത്തിന് ഒരു വാക്ക് നിർദ്ദേശിക്കാമോ എന്നാണ്. ഈ ചിത്രത്തോടൊപ്പം പൂക്കി എന്ന ഒരു ഹാഷ്ടാഗ് പ്രചാരത്തിൽ വന്നു. പൂക്കി എന്ന വാക്ക് ഒരു ഇംഗ്ലീഷ് വാക്കാണ്. 1962 ആദ്യമായിട്ട് ഇങ്ങനെ പ്രയോഗത്തിൽ വന്നതെന്നാണ് നിഘണ്ടു പറയുന്നത്. അതിന് മുമ്പുള്ള നിഘണ്ടുക്കളിലൊന്നും ഈ വാക്കില്ല. പ്രിയപ്പെട്ടവരെ വിശേഷിപ്പിക്കാനുള്ള ഒരു വാക്കാണത്രേ പൂക്കി. നമ്മൾ മലയാളത്തിൽ പൊന്നെ ചക്കര എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ ഇംഗ്ലീഷിലുള്ള ഒരു വാക്ക്. ഓമനത്വമുള്ള എന്നാണ് ഒരു പത്രം അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും ഈ മുഖഭാവത്തെ നിർവചിക്കാനുള്ള വാക്ക് ആ പത്രം കണ്ടെത്തും എന്ന് നമുക്ക് കരുതാം. ഒരുപക്ഷെ മലയാള ഭാഷയിലേക്ക് ഒരു പുതിയ വാക്കിൻ്റെ പൂകലായിരിക്കും, അല്ലെങ്കിൽ പൂക്കലായിരിക്കും. പൂകുക എന്നും പൂകൽ എന്നൊക്കെ പറയുന്നത് പ്രവേശനത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരു വാക്കിൻ്റെ പ്രവേശമാകാം ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത്. ഇതൊക്കെ കണ്ടിട്ട് ചില ആളുകൾ എന്തൊരു പുകിലെന്നും ചോദിക്കുന്നുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ. ഇന്ധന വില കൂടുന്നത് ഏത് കാലത്തും വലിയ വാർത്തയാണ്. ഊർജത്തിൻ്റെ നിരക്ക് കൂടിയാലും ഇതുപോലെ വരാറുണ്ട്. ഈയിടെ വൈദ്യുതി ചാർജ് കൂട്ടിയേക്കുമെന്ന് ഒരു വാർത്ത വന്നപ്പോൾ ഒരു പത്രം എഴുതിയിരുന്നത് കെ ഷോക്ക് എന്നായിരുന്നു. ഇരുണ്ട കാലം എന്നും ഒരു പത്രം എഴുതിയിരുന്നു. അത് ലോഡ് ഷെഡിംഗ് കൂടെ ചേർത്തുകൊണ്ട് എഴുതിയൊരു കാര്യമാണ്. അതിനിടയിലാണ് ഇന്ധനത്തിന് വില കൂടിയത്. ഇടിമിന്നലായി ഇന്ധന വില എന്ന് ഒരു പത്രത്തിൽ എഴുതി കണ്ടിരുന്നു. 10 ദിവസത്തിൽ 3 തവണ വില കൂടി എന്ന് പറഞ്ഞപ്പോൾ ഒരു പത്രം എഴുതിയത് ഇഞ്ചിഞ്ചായി എന്നാണ്. അതായത് ഇഞ്ചിഞ്ചായി നമ്മളെ ഞെരുക്കുന്നു എന്നുള്ള മട്ടിൽ. 11ാം ദിവസമായപ്പോൾ വീണ്ടും വില കൂട്ടി, അതായത് 4ാമതും വില കൂട്ടി. അത് കണ്ട് ഒരു പത്രം എഴുതി എന്തൊരു സ്പീഡെന്ന്. കൊടിയേറ്റത്തിലെ ആ രംഗം വെറുതെ ഓർത്തു പോകുന്നു. തെരുവ് നായ്ക്കളുടെ ശല്യം കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റു സ്ഥലങ്ങളിലും കൂടി വന്ന ഒരു കാലമാണല്ലോ. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കോടതിയെ സമീപിച്ച ഒരുപാട് ആളുകളുണ്ട്. സുപ്രീം കോടതി ഈയിടെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, തെരുവ് നായ്ക്കൾക്ക് വേണമെങ്കിൽ ദയാവധം ആയിക്കൂടെ എന്ന്. അത് പത്രങ്ങളിൽ പല രീതിയിൽ വന്നിരുന്നു. ദയാമരണവും ആകാമല്ലോ എന്ന് ഒരു പത്രം എഴുതിയിരുന്നു. തെരുവ് നായ്ക്കൾക്ക് ദയാവധം എന്ന് ഒരു പത്രം എഴുതി. മറ്റൊരിടത്ത് കണ്ടത് തെരുവ് നായ്ക്കളെ കൊല്ലാം എന്നാണ്. എന്നാൽ ഇതിലൊക്കെ വ്യത്യസ്തമായി മറ്റൊരു പത്രത്തിൽ കണ്ടത് അക്രമി നായ്ക്കളെ കൊല്ലണം എന്നാണ്. അത് എഴുതിയിരിക്കുന്നത് അക്രമി എന്നൊരു വാക്ക്, അത് കഴിഞ്ഞ് നായ്ക്കളെ എന്നൊരു വാക്ക്, തൊട്ട് താഴെ കൊല്ലണം.
വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഏതെങ്കിലും ഒരു അക്രമി വന്ന് നായ്ക്കളെ കൊല്ലണമെന്നാണ് പറയുന്നത്. അതല്ല, അക്രമി നായ്ക്കൾ എന്നുള്ള ഒറ്റ വാക്കാണെങ്കിൽ മനസ്സിലാക്കാം, അല്ലെങ്കിൽ അക്രമകാരികളായ നായ്ക്കളെ എന്ന് പറഞ്ഞാൽ അതാണ് മലയാളം. അക്രമി നായ്ക്കളെ കൊല്ലണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അക്രമി പോയി കൊല്ലണം എന്ന് പറയുന്നതിന് തുല്യമാണ്. പോയ വാരം മാധ്യമങ്ങളിൽ ദൃശ്യമായ വാർത്താ ചിത്രങ്ങളെക്കുറിച്ച് ബി ചന്ദ്രകുമാർ സംസാരിക്കുന്നു. ചിത്രജാലകത്തിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവിന്റെ വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ നടത്തിയ റെയ്ഡും അതിനെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളുമാണ് പോയ വാരം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത്. 1.5 മണിക്കൂർ നീണ്ടുനിന്ന മഴയിൽ തലസ്ഥാനത്ത് കിഴക്കേക്കോട്ടയും തമ്പാനൂരും വെള്ളക്കെട്ടിലായി. അതിൻ്റെ വ്യത്യസ്ത കാഴ്ചകളാണ് വിവിധ പത്രങ്ങളിൽ കണ്ടത്. കേരള കൗമുദി ഫോട്ടോഗ്രാഫർ അജയ് മധു തമ്പാനൂരിൽ നിന്ന് പകർത്തിയ ചിത്രവും ദേശാഭിമാനി ഫോട്ടോഗ്രാഫറും മീഡിയ അക്കാദമിയുടെ ഫോട്ടോ ജേർണലിസം കോഴ്സിലെ പൂർവ്വ വിദ്യാർത്ഥിനിയുമായിരുന്ന നിലിയ വേണുഗോപാൽ SS കോവിൽ റോഡിൽ നിന്ന് പകർത്തിയ ചിത്രവും ദ ഹിന്ദു ഫോട്ടോഗ്രാഫർ നിർമ്മൽ ഹരീന്ദ്രൻ കിഴക്കേക്കോട്ടയിൽ നിന്ന് പകർത്തിയ ചിത്രവും വ്യത്യസ്തമായി തോന്നി. മഴയിൽ തളം കെട്ടിയ വെള്ളത്തിൽ പ്രതിഫലിച്ച സെക്രട്ടേറിയറ്റിൻ്റെ മെട്രോ വാർത്താ ഫോട്ടോഗ്രാഫർ KB ജയചന്ദ്രൻ പകർത്തിയ ചിത്രവും വ്യത്യസ്തമായി. കേരള ലോക് ഭവൻ വളപ്പിൽ ആദ്യമായി ആരംഭിച്ച നെൽകൃഷി ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഞാറുനട്ട് ഉദ്ഘാടനം ചെയ്യാൻ ഇറങ്ങുന്ന ഫോട്ടോയും പത്രങ്ങളിൽ കണ്ടു. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യമായ ലാവോസിലെ ഒരു ഗുഹയിൽ സ്വർണം തിരയുന്നതിനിടെ പ്രളയം വന്നു. തുടർന്ന് അവിടെ കുടുങ്ങിപ്പോയവരെ മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ രക്ഷിച്ചു. രക്ഷപ്പെട്ടവരുടെ ആഹ്ലാദ പ്രകടനത്തിൻ്റെ ഒരു ദൃശ്യം മാധ്യമങ്ങളിൽ കണ്ടു. മണൽ സുനാമി എന്ന തലവാചകത്തോടെ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ഒരു ഫോട്ടോ തികച്ചും വ്യത്യസ്തമായി തോന്നി. രാജസ്ഥാനിൽ കഴിഞ്ഞ ദിവസം ആഞ്ഞു വീശിയ കൊടുങ്കാറ്റിനൊപ്പം ഉയർന്നു പൊങ്ങിയ മണൽ തിരമാലയുടെ ദൃശ്യമായിരുന്നു അത്. മണൽക്കാറ്റ് തിരമാലയുടെ രൂപത്തിൽ ഒരു ഗ്രാമം വിഴുങ്ങുന്ന കാഴ്ച മരുഭൂമിയിലെ പ്രകൃതിക്ഷോഭത്തിൻ്റെ വേറിട്ട ദൃശ്യമായി മാറി. ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ആഴ്സണലിനെതിരെ പാരീസ് സെന്റ് ജർമ്മൻ വിജയിച്ചതിന് ശേഷം ഫ്രാൻസിലുടനീളം ഫുട്ബോൾ ആരാധകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. ലഹളയിൽ 219 പേർക്ക് പരിക്കേറ്റു. 700-ലേറെ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആ സംഭവത്തിൻ്റെ വിവിധ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ കണ്ടു. അമേരിക്കയിലെ മനുഷ്യത്വരഹിതമായ ഇമിഗ്രേഷൻ നടപടികളിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ന്യൂജേഴ്സിയിൽ ഫെഡറൽ ഇമിഗ്രേഷൻ സെൻറ്ററിന് പുറത്ത് നിരാഹാര സമരം നടത്തുന്നവർക്ക് നേരെ രാസപദാർത്ഥങ്ങൾ സ്പ്രേ ചെയ്ത ശേഷം ഒരു യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കൊണ്ടുപോകുന്ന ദൃശ്യം വാർത്താ ഏജൻസിയായ ഗെറ്റി ഇമേജസ് പുറത്തുവിട്ടു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മകൾ ടിഫാനിയും ഭർത്താവ് മൈക്കേൽ ബൗലോസും ഇന്ത്യ സന്ദർശിച്ച വാർത്തയും ഇരുവരും താജ്മഹലിന് മുന്നിലിരുന്നെടുത്ത ഫോട്ടോയും പത്രങ്ങളിൽ കണ്ടു. ഇസ്രായേൽ യുദ്ധത്തിൽ ഗാസ പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞു. ആ പ്രദേശത്തിൻ്റെ 70% ഏരിയയും പിടിച്ചടക്കണമെന്ന് സൈന്യത്തിന് ഇസ്രായേൽ പ്രസിഡന്റ് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. എല്ലാം തകർന്നിട്ടും ജനം വിശ്വാസം കൈവിട്ടിട്ടില്ല. ബോംബാക്രമണത്തിൽ തകർന്ന മസ്ജിദിന് മുന്നിൽ ബലിപ്പെരുന്നാൾ നമസ്കാരം നടത്തുന്നവരുടെ ദൃശ്യം മാധ്യമം പത്രത്തിൽ കണ്ടു. ഉക്രൈനിൽ റഷ്യ മിസൈൽ ആക്രമണം നടത്തിയപ്പോൾ കെട്ടിടങ്ങളിൽ നിന്ന് ഇറങ്ങി ഓടുന്നവരുടെ ചിത്രം വാർത്താ ഏജൻസിയായ AFP പങ്കുവച്ചു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനം അനുഭവിക്കുന്ന ദുരിത കാഴ്ചകൾ മാധ്യമങ്ങളിലൂടെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഫോട്ടോ ജേർണലിസ്റ്റുകൾക്കും അഭിവാദ്യമർപ്പിക്കുന്നു. മാധ്യമ നിരീക്ഷകനും മുൻ MP-യുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സംസാരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. യുണൈറ്റഡ് നേഷൻസ് എന്ന ലോകരാഷ്ട്ര സംഘടനയിൽ 195 അംഗങ്ങളുണ്ട്. ആ 195-ൽ 2 അംഗങ്ങൾക്ക്, അതായത് വത്തിക്കാൻ, പലസ്തീൻ, ഒബ്സർവർ സ്റ്റാറ്റസ് മാത്രമാണുള്ളത്. അപ്പോൾ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഫുൾ ഫ്ലെഡ്ജ്ഡ് മെമ്പർഷിപ്പുള്ള 193 രാജ്യങ്ങൾ ഈ ലോകത്ത് ഉണ്ട് എന്ന് അർത്ഥം. ഈ പത്രസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ആഗോള സൂചിക തയ്യാറാക്കുന്ന അല്ലെങ്കിൽ റിപ്പോർട്ട് തയ്യാറാക്കുന്ന റിപ്പോർട്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് എന്ന സംഘടന 180 രാജ്യങ്ങളിലെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തിൻ്റെ അവസ്ഥയാണ് പരിശോധനാ വിഷയമാക്കുന്നത്. ആ 180 കുറേ കാലമായി അങ്ങനെ നിൽക്കുകയാണ്. ആ 180 രാജ്യങ്ങൾ അത് പത്രങ്ങൾ ഉള്ള രാജ്യങ്ങളാണ്. പത്രസ്വാതന്ത്ര്യത്തിൻ്റെ ഗ്രേഡ് ഏതായാലും പത്രങ്ങൾ ഉള്ള രാജ്യങ്ങളാണ്. അത് കഴിച്ചാൽ 15 രാജ്യങ്ങളിൽ പത്രങ്ങൾ ഇല്ല എന്ന് നമുക്ക് കണക്കാക്കേണ്ടി വരും.
ഈ 15 രാജ്യങ്ങൾ ഏതായിരിക്കും പത്രങ്ങളില്ലാത്ത രാജ്യം? അത് നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഏഷ്യ പസഫിക് മേഖലയിലെ ചെറിയ ദ്വീപുകൾ, അവിടെ മാത്രമല്ല യൂറോപ്പിലും ലീക്റ്റൻസ്റ്റീൻ എന്ന സ്വിറ്റ്സർലൻഡിനോട് ചേർന്ന് കിടക്കുന്ന ആൽപൈൻ രാജ്യം, ലോകത്തിലെ 5ാമത്തെ ചെറിയ രാജ്യം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇറ്റലിക്ക് അടുത്തുള്ള സാൻ മരീനോ, ഇങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെയാണ് പത്രങ്ങൾ ഇല്ലാത്തത്. വത്തിക്കാനും പലസ്തീനും യുണൈറ്റഡ് നേഷൻസിലെ ഒബ്സർവർ സ്റ്റാറ്റസ് മാത്രമുള്ള രാജ്യങ്ങളാണെങ്കിലും അവിടെ നിന്ന് പത്രങ്ങൾ ഇറങ്ങുന്നുണ്ട്. പലസ്തീനിൽ നിന്ന് അറബിക്കിൽ പത്രങ്ങൾ ഇറങ്ങുന്നുണ്ട്. മറ്റു ചില ഭാഷകളിലും ഇംഗ്ലീഷിലും ഒക്കെ അവിടെ നിന്ന് ധാരാളം പ്രസിദ്ധീകരണങ്ങൾ പുറത്തു വരുന്നുണ്ട്. മാർപ്പാപ്പയുടെ രാജ്യമായ വത്തിക്കാൻ, അവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു ദിനപത്രമുണ്ട്. ഇത് ലാ ഒസർവത്തോരെ റൊമാനോ എന്നാണ് ആ പത്രത്തിൻ്റെ പേര്. അതിൻ്റെ ഇംഗ്ലീഷ് റോമൻ ഒബ്സർവർ, ലത്തീനിൽ ആണ് ആ ഭാഷ നമ്മൾ ആ പേര് ആദ്യം പത്രം ഇറങ്ങുന്നത്. അത് ദിനപത്രമാണ്. ഒരു ആഴ്ച പ്രതിവാര പത്രം കൂടി അതിനൊപ്പം ഇറങ്ങുന്നുണ്ട്. അവിടെ ധാരാളം മാധ്യമമായ സജീവതയുള്ള ഒരു രാജ്യമാണ് വത്തിക്കാൻ. വത്തിക്കാൻ റേഡിയോ ലോകം മുഴുവൻ എത്തുന്നു എന്ന് പറയുമ്പോൾ മലയാളത്തിലും വത്തിക്കാൻ റേഡിയോ പ്രവർത്തിക്കുന്നുണ്ട്. മലയാള വിഭാഗവും അവിടെയുണ്ട്. പലസ്തീനിൽ പ്രിന്റ് മീഡിയയുണ്ട്, ഓൺലൈൻ മീഡിയയുമുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഇംഗ്ലീഷിലും അറബിക്കിലും അവിടെ മാധ്യമ പ്രവർത്തനം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പത്രമില്ലാത്ത രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കൊച്ചു രാജ്യങ്ങളാണ്. അവിടെ ഒരു പ്രസ് സ്ഥാപിക്കാനോ പത്രം അച്ചടിക്കാനോ അതിനെ സപ്പോർട്ട് ചെയ്യത്തക്ക ആൾബലം ആ രാജ്യങ്ങളിലില്ല. ഏഷ്യ പസഫിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ അങ്ങ് കിഴക്ക് ജപ്പാനും ഓസ്ട്രേലിയയും ന്യൂസിലൻഡും ഒക്കെ കഴിഞ്ഞ് ഫിജി ആ രാജ്യത്തിന് ചുറ്റുപാടുമുള്ള കുറേ പ്രദേശങ്ങളാണ്, ദ്വീപുകളാണ്. പക്ഷേ ഈ ഫിജിയിൽ ഒരു ചെറിയ രാജ്യമാണ്, നിരവധി ദ്വീപുകൾ ചേർന്ന ഒരു ചെറിയ രാജ്യം. ഫിജിയിൽ ഞാൻ ഒരിക്കൽ ചെന്നപ്പോൾ അവിടെ എനിക്ക് രാവിലെ വായിക്കാൻ ഒരു ഇംഗ്ലീഷ് പത്രം കിട്ടി. ഫിജി ടൈംസ്, ടാബ്ലോയിഡ് സൈസിലാണ്, നല്ല പത്രമാണ്. നോക്കി വന്നപ്പോൾ അത് റൂപ്പർട്ട് മർഡോക്കിൻ്റെ പത്രമാണ്. അതിൻ്റെതായ നിലവാരം ആ പത്രത്തിനുണ്ട്. ഫിജി ടൈംസിൻ്റെ ഒരു അവകാശവാദം അവരുടെ മാസ്റ്റ് ഹെഡിൽ എഴുതിയിരിക്കുന്നത് ദ വേൾഡ്സ് ഓൾഡസ്റ്റ് ന്യൂസ് പേപ്പർ എന്നാണ്. ചരിത്രപരമായി ആ അവകാശവാദം ശരിയാവില്ലല്ലോ എന്ന് കരുതി കൂടുതൽ ആലോചിച്ചപ്പോഴാണ് ലോകത്തിൻ്റെ ഓരോ ദിനാരംഭത്തിലും വ്യത്യാസം ഉണ്ടല്ലോ, ഓരോ ദിനാരംഭത്തിലും റൂപ്പർട്ട് മർഡോക്കിൻ്റെ പത്രം ഇറങ്ങുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഇന്ന് ഇറങ്ങിയ ഏറ്റവും പഴയ പത്രം ഏതെന്ന് ചോദിച്ചാൽ ഫിജിയിൽ ഇറങ്ങിയ പത്രമാണ്. ആ അർത്ഥത്തിലാണ് വേൾഡ്സ് ഓൾഡസ്റ്റ് ന്യൂസ് പേപ്പർ എന്ന അവകാശവാദം ഫിജി ടൈംസിന് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ വൈവിധ്യമാർന്ന മാധ്യമ പ്രവർത്തനം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കുമ്പോൾ പത്രമില്ലാത്ത സ്ഥലങ്ങൾ എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പത്രമില്ലാത്ത സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഏഷ്യ പസഫിക് മേഖലയിലെ ആവശ്യത്തിന് ആൾപ്പാർപ്പില്ലാത്ത, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ദ്വീപുകൾ മാത്രമല്ല. ഇപ്പം യൂറോപ്പിൽ സ്വിറ്റ്സർലൻഡിന് അടുത്ത് കിടക്കുന്ന ആൽപൈൻ രാജ്യം ആണ് ലീക്റ്റൻസ്റ്റീൻ. ചെറിയ രാജ്യമാണ്. അവിടെ പട്ടാളമില്ല, വിമാനത്താവളമില്ല, പത്രവുമില്ല. അവർ പത്രം വായിക്കുന്നത് ഇറ്റലിയിൽ നിന്ന് അവിടെ എത്തുന്ന ജർമ്മൻ പത്രങ്ങളാണ് അവർ വായിക്കുന്നത്. ജർമ്മൻ ഭാഷയാണ് അവരുടെ ഭാഷ. ജർമ്മൻ ഭാഷയിൽ ധാരാളം കാര്യങ്ങളൊക്കെ വായിക്കാൻ കിട്ടും. പക്ഷെ അത് ഈ രീതിയിൽ ഇറ്റലിയിൽ ജർമ്മൻ പത്രങ്ങൾ എത്തി അവിടെ നിന്ന് ലീക്റ്റൻസ്റ്റീനിലേക്ക് റോഡ് മാർഗം എത്തിച്ചേരണം. കാരണം വിമാനത്താവളവും ഇല്ല. സാൻ മരീനോയുടെ പ്രത്യേകത, അത് വലിപ്പത്തിൽ ഞാൻ പറഞ്ഞല്ലോ ലോകത്തിലെ 5ാമത്തെ രാജ്യമാണ് ചെറിയ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ. അതിനേക്കാൾ വലിയ പ്രത്യേകത ചരിത്രം വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത് ഈ സാൻ മരീനോ എന്ന ചെറിയ രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള റിപ്പബ്ലിക്. AD 301 സ്ഥാപിതമായതാണ് സാൻ മരീനോ എന്ന റിപ്പബ്ലിക്. പത്രവും ജനാധിപത്യവും ഒരുമിച്ചാണ് പോകുന്നത് എന്നൊക്കെ പറയുമെങ്കിലും പത്രമില്ലാത്ത സാൻ മരീനോ എന്ന റിപ്പബ്ലിക്കിൽ
അവിടെയും അവരുടെ റിപ്പബ്ലിക്കൻ ഭരണം സുഗമമായി മുന്നോട്ട് പോകുന്നുണ്ട്. മാധ്യമരംഗത്ത് വലിയ ശ്രദ്ധ പതിക്കുന്ന രാജ്യമാണ് വത്തിക്കാൻ എന്ന് ഞാൻ പറഞ്ഞു. ഫ്രാൻസിസ് മാർപ്പാപ്പയും ഇപ്പോഴത്തെ ലിയോ മാർപ്പാപ്പയും മാധ്യമധർമ്മത്തെക്കുറിച്ച്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധിയുടെ വരവോടെ മാധ്യമരംഗം നേരിടുന്ന പ്രതിസന്ധി, വെല്ലുവിളികൾ, അപകടങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെ അപ്പോഴപ്പോൾ മുന്നറിയിപ്പ് നൽകുന്ന മാർപ്പാപ്പമാരാണ്. അതുകൊണ്ട് മാധ്യമങ്ങളുടെ കാര്യത്തിൽ വലിയ ശ്രദ്ധ വത്തിക്കാൻ എപ്പോഴും ഉണ്ട്. വൈവിധ്യമാർന്ന മാധ്യമങ്ങളുടെ ഒരു കേന്ദ്രമാണ് വത്തിക്കാൻ എന്ന ആ ചെറിയ രാജ്യം. നമ്മൾ ഈ സാൻ മരീനോ, ലീക്റ്റൻസ്റ്റീൻ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു കൊച്ചു രാജ്യം, ഇറ്റലിക്കകത്തുള്ള ഒരു പരമാധികാരം നൽകപ്പെട്ടിരിക്കുന്ന ഒരു ചെറിയ രാജ്യം മാത്രമാണ് വത്തിക്കാൻ. പക്ഷെ അവിടെ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ലാ ഒസർവത്തോരെ റൊമാനോ എന്ന പത്രമുണ്ട്, വാരികയുണ്ട്, ടെലിവിഷനുണ്ട്, റേഡിയോ ഉണ്ട്, ഓൺലൈൻ പ്രസിദ്ധീകരണങ്ങളുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട് അവിടെ. അപ്പം അങ്ങനെ മാധ്യമ രംഗത്ത് അതിൻ്റെ പ്രാധാന്യം അത് നിലനിർത്തിക്കൊണ്ടാണല്ലോ നമ്മളൊക്കെ പ്രവർത്തിക്കുന്നത്, ജനാധിപത്യം തന്നെ പ്രവർത്തിക്കുന്നത്. ഏറ്റവും ഒടുവിൽ കേട്ട ഒരു വാർത്ത, വത്തിക്കാനിലെ മാധ്യമ മേധാവിയായി ആദ്യമായിട്ടാണ് ഒരു വനിത നിയമിതയായിരിക്കുന്നു. ആ വനിത മെക്സിക്കോയിൽ നിന്നുള്ള ഒരു സ്ത്രീയാണ്. അവരുടെ പേര് മരിയ മോൺസെരാത്ത് അൽവരാഡോ എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു മെക്സിക്കൻ വനിതയെ, മാധ്യമ പ്രവർത്തകയെ വത്തിക്കാനിലെ മാധ്യമ മേധാവിയായി ഈ മാർപ്പാപ്പ നിയമിച്ചപ്പോൾ മാധ്യമരംഗത്ത് ആവശ്യം വേണ്ടതായ സജീവത അത് പുരോഹിതന്മാർ മാത്രം കൈകാര്യം ചെയ്താൽ പോരാ എന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന ഈ മെക്സിക്കൻ വനിതയെ വരുത്തി വത്തിക്കാൻ്റെ മാധ്യമ മേധാവിയായി നിയമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ പത്രങ്ങളില്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു കൗതുകമുണ്ടാകും. പത്രങ്ങൾ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന രാജ്യങ്ങളുണ്ടല്ലോ, ഇപ്പോൾ വിയറ്റ്നാം ഉൾപ്പെടെ, അല്ലെങ്കിൽ ഉത്തര കൊറിയ. പക്ഷെ അവിടെയൊക്കെ പത്രങ്ങൾ ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെ എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യങ്ങളിലൂടെയാണ് അവിടുത്തെ വായനക്കാരും മാധ്യമ പ്രവർത്തകരും കടന്നു പോകുന്നത്. ഈ ലക്കം മാധ്യമജാലകം അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.